നമ്മുടെ വീട് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്കുള്ള സ്പേസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക്. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെറിയ സ്പേസിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ ആ സ്പേസിനെ എഫക്റ്റീവായി യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ പിക്ചറിലേക്ക് നോക്കൂ, ഒറ്റ മുറിയുള്ളെങ്കിൽ എത്ര എഫക്റ്റീവായാണ് അവർ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് വളരെ ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ നല്ല ലാർജ് സ്പേസ് പോലെ തോന്നിക്കുകയും എല്ലാവിധ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താനും കഴിയുന്നുണ്ട്. ലിവിങ് ഏരിയ, കിച്ചൺ, ബാത്റൂം, ബെഡ്റൂം ഏരിയ, അതിനോട് ചേർന്നുള്ള കബോർഡ്, സ്റ്റോറേജ് ഏരിയാസും ഈ ഒരു ചെറിയ മുറിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ചെറിയ റൂമാണ് ഉള്ളതെങ്കിൽ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി കുറച്ച് സ്പേസ് സേവിങ് സ്റ്റോറേജ് ഐഡിയാസ് പറഞ്ഞു തരാം. ഈ സ്റ്റോറേജ് ഐഡിയാസ് നിങ്ങളുടെ ചെറിയ സ്പേസിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ രീതി ട്രൈ ചെയ്യാം, അതായത് അണ്ടർ സ്റ്റെയർ സ്റ്റോറേജ് ഏരിയാസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് സ്പേസിന് വേണ്ടി പുതിയ പ്രൊഡക്റ്റുകളോ ഫർണിച്ചറുകളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്റ്റെയറിനടിയിൽ ചെറിയൊരു സ്പേസ് അല്ലെങ്കിൽ ഡ്രോയർ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്യാൻ സഹായിക്കും. ഈ ഐഡിയ നിങ്ങൾക്ക് പ്രയോജനമാക്കാം, അതായത് അണ്ടർ സ്റ്റെയർ കിച്ചൺ. ഇവിടെ സ്റ്റെയറിന് അണ്ടറിലുള്ള ഏരിയാസ് കിച്ചൺ ക്യാബിനറ്റ്സ് ആക്കി മാറ്റി സ്റ്റെയറിനോട് ചേർന്ന് സ്റ്റോറേജ് ഏരിയാസും കൊടുത്തിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു ഐഡിയ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സ്ഥലം പോലും നമ്മുടെ കിച്ചണിന് വേണ്ടി ആവശ്യം വരില്ല. കൂടാതെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കിച്ചൺ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യാം.